ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ലല്ലൂസിൻ്റെ മുടി വെട്ടാൻ പോകട്ടോ. അവൻ്റെ മുടി കുറേ ദിവസമായി വെട്ടണം എന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നാണ് അത് വെട്ടാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ പപ്പ വരുന്ന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാട്ടോ ലല്ലൂസിൻ്റെ മുടി കണ്ടോ, ആകെ കാട് പോലെ വളർന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി ടൗണിലെത്തി. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെയാട്ടോ ഷോപ്പ്. സുമേഷേൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. ചെന്നപ്പോൾ അവിടെ രണ്ടുപേരും മുടി വെട്ടാനുണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവരുടെ കഴിഞ്ഞപ്പോൾ സുമേഷേട്ടൻ കുഞ്ഞിനെയും കൊണ്ടിരുന്നു. അവൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ സുമേഷേട്ടൻ ഏപ്രിലൊക്കെ കെട്ടി സെറ്റായപ്പോഴേക്കും ആൾ നീറ്റു കേട്ടോ. പിന്നെ മുടി വെട്ടാൻ തുടങ്ങി. ആൾ സാധാരണ മുടി വെട്ടാൻ നിൽക്കാറില്ല, ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും, പിടിച്ചു വെച്ചിട്ടാണ് മുടി വെട്ടാറ്. ഇപ്രാവശ്യം പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ വലിയ മോഡലാക്കിയൊന്നും വെട്ടിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടേ ഉള്ളൂ. സുമേഷേട്ടന് മുടി വെട്ടുന്ന തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല, സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. വെട്ടണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ്. കുഞ്ഞിൻ്റെ മുടി കണ്ണിലോട്ട് തൂങ്ങിയിട്ട് വയ്യ, ഒന്ന് സമ്മതിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. എന്തായാലും ഒന്ന് ഷേപ്പാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയതാണ് ഷോപ്പിക്ക്. എന്തായാലും ആൾ നല്ല സൈലൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ലിയ അതിൻ്റെ ഇടയ്ക്ക് ഓരോ ഗോഷ്ടി കാണിക്കുന്നുണ്ട്, അതും ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും മിണ്ടണമൊന്നുമില്ല, വെള്ളമൊന്നും ഇല്ലാണ്ട് ആൾ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ ശരിക്കും നന്നായിട്ട് വെട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ സുമേഷേട്ടനോട് ചോദിച്ചു മോൾക്ക് എത്ര വയസ്സായി എന്നുള്ളത്. അപ്പോൾ 1.25 എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു മോളല്ല കേട്ടോ, മോനാണ്. പൊതുവെ അവനെ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് മോളാണോ എന്ന് ചോദിക്കും, അവൻ്റെ ഫേസും ഈ മുടിയൊക്കെ എല്ലാം കൂടെ കാണുമ്പോൾ. അതുപോലെ ഇയാളും ചോദിച്ചു മോളാണോ എന്ന്. അല്ലാന്ന് പറഞ്ഞു. അവന് മുടി ഡ്രിം ചെയ്യുമ്പോഴാട്ടോ പ്രശ്നം. ഡ്രിം ചെയ്യുന്ന തീരെ ആൾക്ക് പറ്റില്ല, പേടിയാണ്, ഭയങ്കര കരച്ചിലായിരിക്കും. പ്രാവശ്യം ഡ്രിം ചെയ്തപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആളെന്തായാലും കാണിച്ചു കൊടുത്തു. ചെറുതായിട്ട് ട്രിം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മുടിയൊക്കെ വെട്ടി ഇതാ ഫൈനൽ ലുക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യൻ മാൾ പോയി. ലിയയുടെ നിർബന്ധം പ്രകാരം ആട്ടോ പോയത്. ഭയങ്കര ബഹളമായിരുന്നു അവൾ, ഭയങ്കര വാശിയും പോണം എന്ന് പറഞ്ഞു. അവിടെ നേരെ പോയത് കിഡ്സ് കോർണറിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ അവൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ട അറിയില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടോ. എന്തൊക്കെയാണ് ഒന്നും കയറേണ്ട അറിയാത്ത അവസ്ഥയായി. പിന്നെ അവളും സുമേഷേട്ടനും കൂടെ കാർഡ് ക്രെഡിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ അതേ ലല്ലുവിനെ പറ്റിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് രണ്ടും വർക്ക് ചെയ്യാത്തതാണ്. ഈ വർക്ക് ചെയ്യാത്ത വണ്ടി കയറ്റിയിരുത്തി അവനെ പറ്റിക്കുക. അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി, ഭയങ്കര ഡ്രൈവ് ചെയ്യലായിരുന്നു. അപ്പോൾ അവത്തിനറിയില്ലല്ലോ അത് വർക്ക് ചെയ്യില്ല എന്നുള്ളത്. അതിന്ന് അങ്ങനെ ഈറ്റേ തരുന്നില്ലായിരുന്നു. അപ്പോൾ അതേ ലിയ അവിടെ കയറാൻ പോയ സമയം ലല്ലു കണ്ടു. അവൻ ബഹളം വെച്ചു ചേച്ചീൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അവനെയും കൊണ്ട് പാർക്കിൽ കയറി. അവനെ കുറേ നേരം കളിപ്പിച്ചു കേട്ടോ. പക്ഷെ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവനങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചിട്ട് അവൾ മെല്ലെ ഞങ്ങളെ കൈ അവനെ തന്നു. പിന്നെ ഞാൻ അവനെ ഇതേ വണ്ടി കയറ്റിയിരുത്തി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആട്, കുതിര, ആന എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കാണിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ലിയ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങി ഇതേ കാർ റേസിങ്ങിന് കയറി. കാർ റേസിങ് കഴിഞ്ഞിട്ട് ബൈക്ക് റേസിങ്ങും ചെയ്തു കേട്ടോ. എന്തായാലും അവൾ ഭയങ്കര ഹാപ്പിയായി, മുടി വെട്ടാനാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട്. പിന്നെ ഞങ്ങളിതേ ഒരു ഫോട്ടോഷൂട്ടും എടുത്തു കേട്ടോ. സുമേഷ് ചേട്ടനെടുത്തതാണ്. എന്തായാലും ഞങ്ങളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.